ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര പ്രകൃതി സൗന്ദര്യത്തിനും അഡ്വഞ്ചേഴ്സിനും പ്രസിദ്ധമായ ലാത്വിയയിലെ സിഗുൾഡയിലേക്കാണ്. റിഗയിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ സമയമെടുക്കും സിഗുൾഡയിലെത്താൻ. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഒന്നിച്ചാണ് ഈ യാത്ര. ഏറെ മനോഹരമാണ് സിഗുൾഡയിലേക്കുള്ള ഈ വഴികൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഓട്ടം സീസൺ ആയതിനാൽ ഇലകളെല്ലാം പൊഴിഞ്ഞ് മഞ്ഞ നിറത്തിലാണ് പാതകളെല്ലാം. അങ്ങനെ നമ്മൾ സിഗുൾഡയിലെത്തി. വളരെ മനോഹരമായ അനവധി വ്യൂ പോയിന്റ്സ് ഇവിടെയുണ്ട്. അതിലൊന്നാണിത്. കുട്ടികളും മുതിർന്നവരുമെല്ലാം വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ റേസ് ട്രാക്കും കേബിൾ കാഴ്സും ഒക്കെയുള്ള സ്ഥലത്തേക്ക് പോയി. വളരെ മനോഹരമായിരുന്നു അവിടെ നിന്നുള്ള കാഴ്ച. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിനടുത്തേക്ക് നടന്നു. ഒരു വലിയ ക്യൂ തന്നെയുണ്ട് ഇവിടെ. താഴേക്ക് പോകുന്നത് സ്കേറ്റിംഗ് ട്രാക്കിലും തിരികെ വരുന്നത് ചെയർ ലിഫ്റ്റിലുമാണ്. ഈ സ്കേറ്റിംഗ് ട്രാക്കിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിവർ മുന്നോട്ടേക്ക് അയക്കുമ്പോൾ സ്പീഡ് കൂടുകയും പിന്നോട്ടേക്ക് അയക്കുമ്പോൾ ബ്രേക്ക് ആവുകയും ചെയ്യും. വളരെ മനോഹരമായൊരു അനുഭവമായിരുന്നു അത്. ഞാൻ ആദ്യം തന്നെ താഴെ എത്തി. ഇനി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഇതിന്റെ ചുറ്റുപാടിൽ തന്നെ ചെറിയ ചെറിയ കഫറ്റേരിയകളുണ്ട്. ഇനി തിരികെ നമ്മൾ മുകളിലേക്ക് പോകുന്നത് ചെയർ ലിഫ്റ്റിലാണ്. ഇനി നമ്മൾ അടുത്തതായി പോകുന്നത് ഗോയ റിവറിനടുത്തേക്കാണ്. ഇതിനടുത്ത് തന്നെയാണ് പ്രസിദ്ധമായ ഗോയ നാഷണൽ പാർക്ക്. കുറേയധികം പടികൾ ഇറങ്ങി വേണം താഴേക്കെത്താൻ. കുറച്ചധികം തന്നെ നടക്കാനുണ്ട്. അവിടെയായി അനവധി ലാത്വിയൻ പതാകകൾ പാറുന്നത് നമുക്ക് കാണാം. അതാണ് പെഡസ്ട്രിയൻ ബ്രിഡ്ജ്. ഗോയ നദിക്ക് കുറുകെയാണ് ഈ പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ഉള്ളത്. ഗോയ നദി ലാത്വിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ്. ഇത് ചരിത്രപരമായും പ്രകൃതിദത്തമായും വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ്. ഇവിടെ നിന്നും നമ്മൾ പോയത് സിഗുൾഡയിലെ ന്യൂ കാസലിലേക്കാണ്. ആധുനികതയും ചരിത്രവും കൂട്ടിച്ചേർത്ത മറ്റൊരു മനോഹരമായ കാഴ്ച. പഴയ മധ്യകാല കോട്ടയുടെ സമീപത്തായാണ് പുതിയ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കോട്ട ബ്രിട്ടീഷ് നെയോ ഗോത്തിക് ശൈലിയിൽ പണിതതാണ്.
ഇത് ആദ്യമായി സിഗുൾഡയിലെ കോൺസ്റ്റന്റിയൻ കിരൽഫോം എന്ന ജർമ്മൻ ഭരണാധികാരിയുടെ വേനൽ വസതിയായി നിർമ്മിക്കപ്പെട്ടു. ഇപ്പോൾ ഈ കോട്ട പുനർനിർമ്മിച്ച് സാംസ്കാരിക പരിപാടികൾ, കലാപ്രദർശനങ്ങൾ, സമ്മേളനങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. ഇതിലൂടെയാണ് പഴയ കോട്ടയിലേക്കും നാം പോകുന്നത്. അവിടേക്ക് കയറുവാനായി ടിക്കറ്റ് എടുത്തു. ഏറെ മനോഹരമായൊരു കോട്ട. 2-3 നിലകളിലായാണിതുള്ളത്. ഈ കോട്ടയ്ക്ക് ഉള്ളിലുള്ള കാഴ്ചകളും ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പുറത്തെ കാഴ്ചകളും ഏറെ മനോഹരമാണ്. അങ്ങ് ദൂരെയായി ക്രെമുൽഡ മാനർ എന്ന ഒരു കൊട്ടാരം നമുക്ക് കാണാം. ഏറെ മനോഹരമായ സൂര്യാസ്തമയവും ടുറൈഡ കാസലിന്റെ ഭാഗങ്ങളും ഇവിടെ നിന്ന് കണ്ടു. ഇവിടെ നിന്നും ഞങ്ങൾ പിന്നീട് പോയത് ഗെറ്റ്മാൻസ് കേവിലേക്കാണ്. സിഗുൾഡയിലെ ഏറ്റവും പ്രശസ്തമായ പ്രകൃതിദത്ത ആകർഷണങ്ങളിൽ ഒന്നാണിത്. ഇതിന്റെ വലിപ്പവും ചരിത്രവും അതിശയകരമാണ്. ഈ ഗുഹയുടെ ചുവരുകളിൽ 100 കണക്കിന് പേരുകൾ, വർഷങ്ങൾ, പ്രണയ സന്ദേശങ്ങൾ എന്നിവയെല്ലാം കൊത്തിവെച്ചിരിക്കുന്നു. ചിലതൊക്കെ 17-ാം നൂറ്റാണ്ടിൽ വരെ പഴക്കമുള്ളവയാണ്. ഇതിനെക്കുറിച്ച് ഒരു ലജ്ജയില്ലാത്ത പ്രചാരമാണ് ഇവിടുത്തെ പ്രാദേശികർ നൽകുന്നത്. ഇവിടെ വരുന്നവരുടെ പ്രണയം ശാശ്വതമാകും എന്നൊരു വിശ്വാസം. അതിനു പുറമെ ഈ ഗുഹ ഗൗയ നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി ദൃശ്യങ്ങളും അതിപ്രശസ്തമാണ്. തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. ഇരുട്ടായി തുടങ്ങി. അങ്ങനെ നമ്മുടെ സിഗുൾഡ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.